ഹലോ, വെൽക്കം ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ എന്താ അടുക്കളയിൽ നിന്നിട്ട് അകത്ത് നിന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് തേക്ക് വെട്ടാൻ വന്ന ആളുകൾ എൻ്റെ മാവെല്ലാം വെട്ടി വെച്ചേക്കുക. എൻ്റെ ചേട്ടൻ്റെ പണിയാ, ഒന്ന് കോതി ഒതുക്കാൻ പറഞ്ഞതാ. ആദ്യം എനിക്ക് കണ്ടപ്പം ദേഷ്യവും വിഷമമൊക്കെ തോന്നിയെങ്കിലും പിന്നെ അത് ആവശ്യമായിരുന്നു. ആ ശാഖകളിലെല്ലാം നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 2 മാങ്ങ ഞാൻ എടുത്തുകൊണ്ട് നിന്ന് ഉച്ചയ്ക്കുള്ള കറിക്കാക്കാമല്ലോ എന്ന് കരുതി എടുത്തോണ്ട് വന്ന് വെക്കുക. ആ മീൻ പുളി അരച്ച് വെക്കേണ്ട മീൻകറിയെ ഞാനത് മാറ്റി പ്ലാൻ ബിയിലോട്ട് മാറി മീൻ ഇങ്ങനെ ആക്കി വെച്ചതാണ്. ഇവിടെ തന്നെ പിടിച്ച ഒരു മുരിങ്ങയ്ക്കയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട്. എനിക്കുള്ള മാങ്ങ അരയ്ക്കുന്ന കറി മഞ്ഞ കളറിലാട്ടോ ഇരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഇരിക്കുന്നേ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മുളക് പൊടി കുറച്ചിട്ട് പച്ചമുളകാണ് കൂടുതലിടുന്നത്. പിന്നെ മല്ലിപ്പൊടിയൊന്നും ഇടത്തില്ല. അതാണ് എൻ്റെ മാങ്ങക്കറിയുടെ പ്രത്യേകത. ആദ്യം നമ്മൾ തിളച്ച് വരുമ്പോൾ മാത്രം ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കത്തോളൂ. കാര്യം എന്ന് പറഞ്ഞാൽ പിണങ്ങി മാറിയിരിക്കുന്ന അരപ്പുകളെല്ലാം കൂടെ അതിനകത്തോട്ട് യോജിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ അത് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ തുറന്ന് വറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടങ്ങ് അടച്ച് വെച്ച് പിന്നെ തുറക്കുമ്പോൾ എന്താ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കും. എന്തായാലും പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും മാങ്ങാക്കറിയുടെ കൂടെ പിന്നെ ചീനിയും കൂടെ കഴിക്കണമെന്ന് തോന്നിയിട്ട് 2-3 ചീനി കിടന്നതും കൂടെ എടുത്ത് ഞാനങ്ങ് ചീനിന്നോ കപ്പയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. എന്തായാലും ഇവ മീൻകറിയുടെ കൂട്ടുകാരൻ. ഞാൻ അതിനെയും കൂടെ ഒന്ന് പെട്ടെന്ന് ശരിപ്പെടുത്താമെന്ന് കരുതി. എനിക്ക് ഇവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല. കാര്യം എന്താന്ന് വെച്ചാൽ എൻ്റെ പുറത്തെ ബാക്കി മാവും കൂടെ വെട്ടി തീർക്കുമെന്നുള്ള പേടിയില്ല ഞാൻ ഇവിടെ നിന്ന് ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ പോയി നോക്കുന്നുണ്ട്. എന്നാലും കണ്ണ് തപ്പി അതെല്ലാം വെട്ടി തീർക്കും. അതുകൊണ്ട് എനിക്ക് പുറത്തോട്ട് എളുപ്പം പോകണം. ഇനി ഞാൻ കപ്പയ്ക്ക് ഞാൻ ആകെ മഞ്ഞപ്പൊടി ഉപ്പിട്ട് മാത്രം ഇളക്കിയേക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ച മീൻ പൊരിക്കാൻ വേണ്ടി എടുത്തതെന്ന് കുറച്ച് ആഡംബരം ആയിക്കോട്ടെ എന്ന് കരുതി ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ. കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അതും കൂടെ വരട്ടി വെക്കാനുള്ള നേരമൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് അങ്ങ് വറുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങാനുള്ള വ്യഗ്രത എനിക്ക്. എൻ്റെ മാവിനെ ആരെങ്കിലും കൊന്നു തീർക്കുമോ എന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിനെ കുറച്ച് എണ്ണ ഒഴിച്ച്, കുറച്ചെണ്ണ മതി കേട്ടോ. ബാക്കി നമ്മൾ അവിടെ പുരട്ടി വെച്ചേക്കുന്നത് കൊണ്ട് എണ്ണ കുടിക്കത്തില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമ്മൾ എണ്ണ വെച്ച് തന്നെ പുരട്ടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് എണ്ണ തന്നെ മതിയാവും തോന്നുന്നു. ഇത് ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. ഇത്രയും വേണ്ടിയിരുന്നില്ല. ബാക്കി എണ്ണ അധികം വരികയും ചെയ്തു. പിന്നെ കറിവേപ്പില ഇടുന്നത് അടി പിടിക്കത്തുമില്ല, പിന്നെ രുചിയും ഉണ്ടാവും. അത് അമ്മയുടെ ഒരു പോളിസിയാണ്. അത് ഞാൻ കണ്ടുപിടിച്ചതാണ്. പിന്നെ വേണ്ടത് ഇത്ര എണ്ണ അധികം വന്ന് അത് എൻ്റെ ആവശ്യമില്ലായിരുന്നെന്ന് തോന്നുന്നു. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മീനായോണ്ടായിരിക്കും. എന്തായാലും കുറച്ച് എണ്ണയൊക്കെ അധികം വന്നു, അടിയിലും പിടിച്ചില്ല. നല്ല രീതിയിൽ എടുക്കാനും. പിന്നെ ഞാൻ ഇനി അത് കഴിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ പിടിക്കാൻ വേണ്ടി മാത്രം എടുത്തൊഴിക്കുന്ന ഷോയായത്. അതും സത്യത്തിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ മാങ്ങിയിട്ട മീൻകറിയും ചീനിയും കൂടെയുള്ള ഒരു പിടി എന്ന് പറഞ്ഞാൽ അതൊരു അപാര പിടിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന് പിടിക്കാൻ ഒട്ടും സമയമില്ല. ഞങ്ങൾ ഇന്നതെല്ലാം പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റായി. പിന്നെ കഴിക്കാനുള്ള സമയമൊന്നും ആർക്കും ഇല്ലായിരുന്നു. പലപ്പോഴും ആയിട്ട് ആരൊക്കെയോ എന്തൊക്കെയൊക്കെയോ കഴിച്ചിട്ട് ഞങ്ങൾക്ക് പുറത്തും പോകണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു. ഒരു കാര്യം കൂടി പറയട്ടെ, ഇഷ്ടമായ ഇങ്ങനെയൊക്കെ ചെയ്തൊന്ന് സഹായിക്കണേ.